ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ജാസ് സിജു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ആദ്യത്തെ പാഠമായ മധ്യകാല ഇന്ത്യയിൽ നിന്നും USS എന്ന സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണുവാൻ കൂട്ടുകാർ ശ്രമിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലെ ഈ ഒരു പാഠത്തിൽ നിന്ന് വരാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള വീഡിയോസ് ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജാസ് ടിപ്സ് എന്ന ചാനലിൽ കയറി നോക്കാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച വിജയനഗര രാജാവ് ആര്? ശിവപ്പ നായക്, തിരുമല നായക്, കൃഷ്ണദേവരായർ, ഹരിഹരൻ. ആരാണ്? തിരുമല നായക് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന ഹംപി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്, കർണാടകം, മഹാരാഷ്ട്ര, തമിഴ്നാട്. ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. കർണാടകം ആണ് ശരിയായ ഉത്തരം. ആരുടെ ഭരണകാലത്താണ് ഡൊമിംഗോ പയസ് വിജയനഗരം സന്ദർശിച്ചത്? ഉത്തരം കൃഷ്ണദേവരായർ. അടുത്ത ചോദ്യം, വിജയനഗരത്തിലെ രാജവംശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്? സംഗമ, തുളുവ, സലുവ, അരവിഡു. സംഗമയാണ് ശരിയായ ഉത്തരം. താഴെ പറയുന്നവയിൽ അക്ബറുമായി ബന്ധമില്ലാത്തത് ഏത്? എ മൻസബ്ദാരി, ബി ജസിയ, സി അഷ്ടദിഗ്ഗജങ്ങൾ, ഡി ഇബാദത്ത് ഖാന. സാമൂഹ്യശാസ്ത്രം നന്നായി വായിക്കുകയാണെങ്കിൽ ഇതിനുത്തരം നിങ്ങൾക്ക് ലഭിക്കും. അഷ്ടദിഗ്ഗജങ്ങളാണ് ശരിയായ ഉത്തരം. അതായത് അക്ബറുമായി ബന്ധമില്ലാത്തത് അഷ്ടദിഗ്ഗജങ്ങളാണ്. താഴെ പറയുന്നവയിൽ വിജയനഗര സാമ്രാജ്യവുമായി ബന്ധമില്ലാത്തത് ഏത്? അമരനായകർ, അഷ്ടദിഗ്ഗജങ്ങൾ, ഹസാര ക്ഷേത്രം, ജസിയ. വിജയനഗര സാമ്രാജ്യവുമായി ബന്ധമില്ലാത്തത് ജസിയ ആണ്. ജസിയ അക്ബറുമായിട്ട് ബന്ധമുള്ളതാണ്. എന്നാൽ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ അക്ബറുമായി ബന്ധമില്ലാത്ത അഷ്ടദിഗ്ഗജങ്ങൾ വിജയനഗര സാമ്രാജ്യവുമായിട്ടാണ് ബന്ധമുള്ളത്. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ മാറിപ്പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം അഥവാ ഘടന, ഇത് നിങ്ങൾ കൃത്യമായി വായിച്ച് നോക്കിയിട്ട് വേണം ഉത്തരം അടയാളപ്പെടുത്താൻ. എ പറയണത് പർഗാന സർക്കാർ സുബ ഗ്രാമം, ബി ഗ്രാമം പർഗാന സർക്കാർ സുബ, സുബ പർഗാന സർക്കാർ ഗ്രാമം, പർഗാന സുബ സർക്കാർ ഗ്രാമം. ഇതിലേതാണ് ശരിയായ ഘടന? ബി ആണ് ഉത്തരം, ഗ്രാമം പർഗാന സർക്കാർ സുബ. തെറ്റായി ചേർത്തത് ഏത്, അല്ലെങ്കിൽ തെറ്റായത് ഏത്? അമുക്തമാല്യത സൂർദാസ്, രാമചരിതമാനസം തുളസീദാസ്, ഇബാദത്ത് ഖാന ഫത്തേപൂർ സിക്രി, അക്ബർനാമ അബുൽ ഫസൽ. ഇതിൽ തെറ്റായി മാച്ച് ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ്. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ എന്തായാലും സാമൂഹ്യശാസ്ത്രത്തിൽ മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ടാകും. ഉത്തരം എ ആണ്. വിജയനഗരത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരി ആര്? ബുക്കൻ, തിരുമല നായക്, കൃഷ്ണദേവരായർ, ഹരിഹരൻ രണ്ടാമൻ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. കൃഷ്ണദേവരായറാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഓപ്ഷൻ എ മുഹമ്മദ് ഗോറി, ഓപ്ഷൻ ബി പൃഥ്വിരാജ് ചൗഹാൻ, ഓപ്ഷൻ സി സിക്കന്ദർ ലോധി, ഓപ്ഷൻ ഡി ഇബ്രാഹിം ലോധി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് ഉത്തരം പറയുക. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. പാനിപ്പത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഞ്ചാബ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ. ഹരിയാനയിലാണ് പാനിപ്പത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇത് പലർക്കും ഒരുപക്ഷെ അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് നന്നായി പഠിച്ചെടുക്കുക. അടുത്ത ചോദ്യം, ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം? 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. അടുത്ത ചോദ്യം, ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ബാബർ, ഇബ്രാഹിം ലോധി തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, മുഗൾ വംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി ആരാണ്? ഹുമയൂൺ ആണോ, ബാബർ ആണോ, അക്ബർ ആണോ, ഷാജഹാൻ ആണോ?
വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ബാബർ. അക്ബറിൻ്റെ മഹത്വത്തിനുള്ള കാരണം എന്ത്? യോദ്ധാവെന്ന നിലയിലുള്ള കഴിവ്, രാജപുത്രന്മാരോടുള്ള സൗഹാർദ്ദം, ഭൂനികുതി പരിഷ്കാരം, മതസഹിഷ്ണുത. കൂട്ടുകാർക്ക് ഇവിടെ ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നേക്കാം. മറ്റുള്ളത് മഹത്വമല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. കൂടുതൽ മഹത്വമായിട്ട് അക്ബറിനെ എടുത്തു നോക്കുമ്പോൾ വളരെയധികം മഹത്വമായിട്ട് തോന്നുന്നത് മതസഹിഷ്ണുതയാണ്. ബാക്കിയുള്ള രാജപുത്രന്മാരുള്ള സൗഹാർദ്ദവും അതുപോലെ തന്നെ യോദ്ധാവെന്നുള്ള കഴിവൊക്കെ ബാക്കി രാജാക്കന്മാർക്കും ഉള്ളത് തന്നെയാണ്. അക്ബറിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ കറൻസി പുതിയ 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രം. ഇതൊരു GK ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വെക്കുക. ഉത്തരം ചെങ്കോട്ട. ഇന്ത്യൻ കറൻസി പുതിയ 200 രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രം. മംഗൾയാൻ, ചെങ്കോട്ട, സാഞ്ചി സ്തൂപം, റാണി കി വാവ്. ഇതിലേതാണ്? 200 രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപമാണ് ആലേഖനം ചെയ്ത ചിത്രം. ഇന്ത്യൻ കറൻസി പുതിയ 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രമേത്? സാഞ്ചി സ്തൂപം, റാണി കി വാവ്, എല്ലോറ ഗുഹകൾ, ഹംപിയിലെ രഥം. ഉത്തരം റാണി കി വാവ്. ഇന്ത്യൻ കറൻസി പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രമേത്? റാണി കി വാവ്, ഹംപിയിലെ രഥം, എല്ലോറ ഗുഹകൾ, കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ രഥചക്രം. ഏതാണ്? B ആണ് ശരി, ഹംപിയിലെ രഥം. ഇന്ത്യൻ കറൻസി പുതിയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രമേത്? റാണി കി വാവ്, ഹംപിയിലെ രഥം, എല്ലോറ ഗുഹകൾ, കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ രഥചക്രം. എല്ലോറ ഗുഹകളാണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ കറൻസി പുതിയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്ത ചിത്രമേത്? 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തത് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ രഥചക്രം തന്നെയാണ്. ചിത്രത്തിൽ കാണുന്ന ചരിത്ര സ്മാരകം ഏതാണ്? ഖുനി ദർവാസയാണോ, ഇന്ത്യ ഗേറ്റ് ആണോ, ബുലന്ദ് ദർവാസയാണോ, ചാർമിനാറാണോ? ഉത്തരം ബുലന്ദ് ദർവാസയാണ്. ആരുടെ കാലഘട്ടത്തിലാണ് അമരനായക സമ്പ്രദായം നിലവിൽ വന്നത്? അക്ബറിൻ്റെയും ബാബറിൻ്റെയും ഔറംഗസേബിൻ്റെയും കാലത്തിലല്ല അമരനായക സമ്പ്രദായം നിലവിൽ വന്നതെന്ന് നമുക്കറിയാം. പിന്നെ ആരുടേതാണ്? കൃഷ്ണദേവരായരുടേതാണ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആര്? ടവർണിയർ, ഡൊമിംഗോ പയസ്, റാൽഫ് ഫിച്ച്, ഇബ്നു ബത്തൂത്ത. ഉത്തരം A ടവർണിയർ. കൂട്ടുകാരെ, ഇതിനുത്തരം ഒരുപക്ഷെ ചിലർക്കറിയാം, ചിലർക്കറിയാതിരിക്കാം. അറിയാത്ത കുട്ടികൾ നന്നായിട്ട് സാമൂഹ്യശാസ്ത്രം വായിക്കണം. അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ വന്നിരിക്കുന്നത്. ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ ആരാണ്? കേണൽ മെക്കാളെ, കേണൽ മക്കൻസി, വെല്ലസ്ലി, ആർത്തർ പ്രഭു. കേണൽ മക്കൻസി ആണ് ശരിയായ ഉത്തരം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ആരാണ്? ടവർണിയർ ആണോ, ഡൊമിംഗോ പയസ് ആണോ, റാൽഫ് ഫിച്ച് ആണോ, ഇബ്നു ബത്തൂത്തയാണോ? റാൽഫ് ഫിച്ച് ആണ് ശരിയായ ഉത്തരം. ഇതുപോലെ ചാപ്റ്റർ വൈസ് കൂടുതൽ ക്വസ്റ്റ്യൻ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെയാണ് വേണ്ടത് എന്ന് കമൻറ്റ് ചെയ്താലും മതി. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.